എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. മൊത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൊത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Chariot, Temperance, Ace of Swords, Nine of Swords, Strength card, Six of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിയറ്റ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. ലൈഫിൽ മുന്നോട്ടേക്ക് ഉള്ള ഒരു യാത്ര, അതായത് യാത്ര കുറച്ചധികം നാളുകളായിട്ട് സ്റ്റക്കായിട്ടിരുന്നവർ യാത്രകൾ മുന്നോട്ടേക്കുള്ള യാത്രയാണ്. അതേപോലെ യാത്രകൾ ലിറ്റററി യാത്ര സൂചി, അതായത് വിദേശവാസ യോഗം കാണിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്, അത് വിനോദയാത്ര സംബന്ധിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മറ്റ് സൗഹൃദത്തിലുള്ള ആളുകളുടെ അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മക്കളൊക്കെ വിദേശത്തുള്ളവർക്ക് അവരെ കാണാൻ പോകുന്നതോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ടുള്ള വിദേശ യാത്രയാവാം. ചില ആളുകൾക്ക് മറ്റു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു യാത്രയും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് വാഹനം വാങ്ങിക്കാനുള്ളൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്യുന്ന, അതിൽ സ്വന്തം വാഹനത്തിൽ ആദ്യം യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീലിംഗ് അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ കാറൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ലോണും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്, വാഹനം വാങ്ങിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോ അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന വാഹനം യാത്രകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ വാഹനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവറാണ്, അപ്പോൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങിച്ചിട്ട് ഉള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ട്രക്ക് അല്ലെങ്കിൽ ബസ്സോ കാറോ എന്തൊക്കെയും വാഹനങ്ങൾ അത് റെൻറ്റിന് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് അതേപോലെ ക്യാബായിട്ട് വണ്ടിയായിട്ട് റെൻറ്റിന് കൊടുക്കുന്നതോ അല്ലാതെ സ്വന്തമായിട്ട് ക്യാബായിട്ട് ഉപയോഗിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, ഊബർ സർവീസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബിസിനസ്സായിട്ട് വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തുന്ന സിറ്റുവേഷനും ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ആവശ്യത്തിനല്ലാതെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ. അതേപോലെ ടെമ്പറൻസ് ആൻഡ് നൈൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു മാസം ചെറിയ ചെറിയ ടെൻഷൻസൊക്കെ മനസ്സിനെ അലട്ടുന്നുണ്ടാവാം. അപ്പോൾ ചെറിയ ചെറിയ ടെൻഷൻ ആണെങ്കിൽ പോലും അത് ഇങ്ങനെ ആലോചിച്ച് ഉതിപ്പെരുപ്പിച്ച് വലുതാക്കി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി സംഘർഷം, അത് ശരിക്കും മാനസികമായിട്ട് വലിയ രീതിയിൽ സംഘർഷം അനുഭവിക്കേണ്ടത് സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്താണ്, ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അത് ആലോചിച്ച്, ഒരു കാര്യമില്ലാത്ത കാര്യം ആലോചിച്ച് വലിയതാക്കി ഊതിപ്പെരിപ്പിച്ചെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഊതിപ്പെരിപ്പിച്ച് അതൊരു വലിയൊരു കാര്യമാക്കി മാറ്റിയിട്ട് എന്താണ് അങ്ങനെ ഒരു ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ടെൻഷൻ അനാവശ്യമായിട്ട് മനസ്സിനെ അലട്ടുന്ന രീതിയിലൊക്കെ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ പോകാൻ. കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത് ടെൻഷനാക്കി മാറി അത് വലിയ രീതിയിലേക്ക് പോകാതെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സഹായകരമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഓം നമഃ ശിവായ, അല്ലെങ്കിൽ ഓം എന്നുള്ളൊരു മന്ത്രം. അല്ലാത്തവർ മെഡിറ്റേഷൻ ചെയ്യാം. അത് നിങ്ങൾക്ക്, കാരണം ഈ ഒരു സമയത്ത് ഇത്തിരി അനാവശ്യ കാര്യങ്ങൾ മനസ്സിനെ അലട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഫാമിലി, കുടുംബം, കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ, അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണ്, വിവാഹിതരല്ലാത്തവർ, ഉത്തരവാദിത്തങ്ങളില്ലാത്തവർ, ഉത്തരവാദിത്തങ്ങളില്ലാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം ബാലൻസാണ്. ജീവിതം ഒരു നല്ലൊരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ജീവിതത്തിൽ പറ്റുന്നുണ്ട്. ഫാമിലി ഉള്ളവരാണ് എങ്കിൽ
അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണ് എങ്കിൽ അതേപോലെ കുടുംബവും നല്ല രീതിയിൽ നോക്കുക, അതേപോലെ ജോലി നല്ല രീതിയിൽ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. വിവാഹിതരല്ലാത്തവരാണെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, ഇപ്പോൾ വേറെ താമസിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ ജോലി എല്ലാം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെമ്പറൻസ് ആൻഡ് 6 of Swords എനർജിയാണ്. ഇവിടെ നിങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൈകടത്തുന്നവരെ അകറ്റി നിർത്താനുള്ള തീരുമാനമാകാം അത്. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഇനിയിപ്പോൾ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും വിദേശത്താണെങ്കിലും, നിങ്ങൾ പുറമേ നിന്ന് കാണുമ്പോൾ നിങ്ങൾ വളരെയധികം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നും. അതായത് നിങ്ങളുടെ ഇരുത്തും നടത്തവും അല്ലെങ്കിൽ പെരുമാറ്റം, ഡ്രസ്സിങ് സ്റ്റൈല്, ഇപ്പോൾ സാധാരണ ഒരു ഡ്രസ്സിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം പഴഞ്ചനാണ്. അതായത് ഒരാൾക്ക് വിഷമമാവുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് കുറച്ച് സെൻസിറ്റീവ് എന്ന് പറയാം, മറ്റൊരാൾക്ക് വിഷമം വരുന്നു എന്ന് വിചാരിച്ചിട്ട് സ്വയം വിഷമങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവർ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നാലും അവർക്ക് വിഷമമാകണ്ട എന്ന് വിചാരിച്ചിട്ട് തുറന്നു പറയാതെ നിങ്ങൾ ഹേർട്ടായിക്കൊണ്ടിരിക്കുക. അത് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കില്ല. പുറത്തുനിന്ന് നിങ്ങൾ കുറച്ച് ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ മോഡേണായി തോന്നിയേക്കാമെങ്കിലും, ബോൾഡായി തോന്നിയേക്കാം, സ്ട്രോങ് ആയിട്ട് തോന്നിയേക്കാമെങ്കിലും നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ എപ്പോഴും ഒരു ചവിട്ടി ആയിട്ട് കണക്കാക്കുന്നുണ്ടാവും, കാല് തൂത്ത് പോകാൻ പറ്റുന്ന ഒരു ചവിട്ടി എന്നുള്ള രീതിയിൽ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുകളെ, അതായത് എവിടെയാണ് ഒരു അതിർവരമ്പ്, അതിർരേഖ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി നിലനിൽക്കുകയാണ്. നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നുണ്ട്. നിങ്ങൾ പറയാനുള്ളത് പറയാൻ പഠിക്കുന്നു. സോഫ്റ്റായിട്ട് തന്നെയാണെങ്കിലും ഉള്ളത് പറയാനായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനായിട്ട്, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ടൊക്കെ ഒത്തിരിയധികം തീവ്രമായിട്ട് പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെയുള്ള താല്പര്യം കൂടുതലാണ്. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു മാസം വളരെ നല്ല സമയമാണ്. കാരണം പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. പുസ്തകങ്ങളോടുള്ളൊരു പ്രണയം എന്നൊക്കെ പറയുന്ന പോലെ പുതിയ കാര്യങ്ങൾ, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അറിവ് നേടാൻ വായനാശീലം വളർത്തുന്ന സമയമാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് പഠനത്തിൽ ശ്രദ്ധയുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ കൂടിയും പുസ്തകങ്ങൾ, പുതിയ പുതിയ അറിവുകൾ പുസ്തകങ്ങളിലൂടെയൊക്കെ നേടാൻ ശ്രമിക്കുന്നുണ്ടാവും. ജ്ഞാനം നേടാൻ, അറിവ് നേടാൻ പുതിയ പുതിയ ട്രെയിനിങ്സ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ട് നിങ്ങൾ പുതിയ ട്രെയിനിങ്സ്, സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവാം, പുതിയ കോഴ്സ് പഠിക്കുന്നുണ്ടാവാം. അത് എന്ത് തരത്തിലുള്ള കോഴ്സ് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ജോലി ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു ഹോബി എന്നുള്ള രീതിയിലുള്ളൊരു കോഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഇ-കൊമേഴ്സ്, ഷെയർ ട്രേഡിംഗ് പോലുള്ള കോഴ്സ് ആവാം. അതല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അഡ്വാൻസ് ആയിട്ടൊരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിലുള്ള കോഴ്സും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ചാരിയറ്റ് ആൻഡ് 9 of Swords എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അനാവശ്യ ചിന്തകൾ മനസ്സിലിട്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇച്ചിരി സ്ട്രെസ് തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം ലഭിക്കുന്നത് എവിടെ നിന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് സംഘർഷം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊരു സമാധാനം, ഇത്തിരി ടെൻഷൻ വന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ എന്താണ് നിങ്ങൾ ചെയ്യുക? ചില ആളുകൾ സൗഹൃദ കൂട്ടായ്മയായിരിക്കാം, ഇഷ്ടമുള്ള ആളുകളായിട്ട് സംസാരിക്കാം, അയൽക്കൂട്ടം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ചില ആളുകൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സാമൂഹ്യ സേവനമായിരിക്കും, മറ്റുള്ളവരെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്കൊരു ഒത്തിരി പീസ് ഓഫ് മൈൻഡ് തരുന്ന എന്താണെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. അനാവശ്യ ചിന്തകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു എന്നുള്ളത് കൂടിയിട്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആക്റ്റീവായിട്ടിരുന്നാൽ നല്ലതായിരിക്കും.
എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.